ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലഡു ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് പോവാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസ്മിനവരെ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോവാ. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാണ് അമ്മ കടലമാവ് ഒക്കെ അളന്ന് ഇതിന് വേണ്ട എല്ലാം അളക്കുന്നത്. കടലമാവ്, പഞ്ചാര, വെള്ളം എല്ലാം ഇതിനാണ് അളക്കുന്നത്. അപ്പോൾ നമ്മൾ കടലമാവാണ്, നമ്മളിപ്പോൾ 5 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. മുമ്പേ കണ്ട ഗ്ലാസ്സിന് 5 ഗ്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരുവത്തിനുള്ള ഗ്ലാസ് എടുക്കാം, 2 ഗ്ലാസ്സോ ഒക്കെ എടുക്കാം. നമുക്കിവിടെ ഇച്ചിരി വീഡിയോയ്ക്ക് വേണ്ടിയാണ് 5 ഗ്ലാസ് എടുത്തത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പിടണം. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്ത സോഡാപ്പൊടി, അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. വീഡിയോ കാണുന്നോട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വിസ്ക്, നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വിസ്ക്കാണ്. നിങ്ങളുടെ വീട്ടിൽ വിസ്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുള്ളതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. വീഡിയോ കാണുന്നോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കൊടുക്കൊണ്ടിരിക്കുക. നല്ലോണം നിങ്ങൾക്ക് പരുവം അറിയത്തില്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു തവിയിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് വെള്ളം പോലെ ഇങ്ങനെ വീഴരുത്. നമ്മൾ ലാസ്റ്റ് നിങ്ങൾ വീഡിയോ പോയി കാണുമ്പോൾ കാണാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് കാണാം. You know, I think I'll tell you the story of my life. Story? I want to hear too. I was born in Animus, North Dakota, a long time ago, see? And now I'm lucky enough to be here with you. Yeah, but what happened in between? Yeah, what else happened? Well, it went pretty much like this. If you were Christmas Day, I can give you a cup of cocoa. Even if it was cold, babe, don't worry, I'll be there for you. Every night I see you falling down there, baby, you might feel like hurting hiding down there, and so much worries you were holding inside of you. The scars and tears will dry. You'll be fine, don't worry, babe. I'll light up the candles for you. I will sing that my Christmas dance for you. Hello? 내가 항상 네 곁에 있어줄 순 없지만 늘 내 생각을 해주길 바래. 눈을 감고 잘 들어봐, 약속해. 늘 여기 있을게. 날 위한 선물 하나 준비했어. 비록 남들처럼 근사한 건 아니지. അതുകൊണ്ട് ഈ ഒരു പരുവമാണ് നമ്മുടെ ലഡുവിൻ്റെ പരുവം. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പരുവം വേണം. അപ്പോൾ ഇനി എന്നിട്ട് നിങ്ങൾ ചീനിച്ചട്ടി നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചായിരുന്നു. ചൂടായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനകത്തോട്ട്. എന്നിട്ട് എന്ന് വെച്ചാൽ നല്ലോണം തിളക്കണം കേട്ടോ, നല്ലവണ്ണം തിളക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലഡുവിനിടുന്ന മാവ് കട്ട പിടിച്ച് പിന്നെ ഭയങ്കര ഒരു ഇതാണ് കാണാൻ. അതെടുക്കുക, നല്ലോണം തിളക്കണം. അത് നമ്മൾ മാവിൻ്റെ പരുവം ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഒരു പരുവം കണ്ടല്ലോ, ഈ ഒരു പരുവം ആവണം നമ്മുടെ ഇതിന്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കുന്ന ലഡു കൊള്ളത്തില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും വരത്തില്ല അത്. നമ്മൾ ഇതിനാണ് എടുത്തേക്കുന്നത്.
നിങ്ങൾക്ക് മധുരം അറിയത്തില്ലെങ്കിൽ 2 ഗ്ലാസ് കടലമാവിന് 3.25 ഗ്ലാസ് പഞ്ചാരയാണ് റേഷ്യോ ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം ഊഹം കിട്ടി കാണുമല്ലോ 5 ഗ്ലാസ്സിന് എത്ര ആയിരിക്കുമെന്ന്. ഈ ഒരു തവിയുണ്ടോ നിങ്ങൾ ഈ ചോറൊക്കെ വെള്ളം പോകാനിടുന്നത്, ഈ തവിയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ലഡ്ഡു ഉണ്ടാക്കുന്ന തവിയൊക്കെ കിട്ടും, നമ്മുടെ അതില്ലാത്തതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. നമ്മളെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നത് തിളച്ചിട്ടില്ല, നമ്മൾ ഇച്ചിരി ഇട്ട് നോക്കി. നല്ലോണം തിളയ്ക്കണം, നല്ലോണം ചൂടായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കട്ട പിടിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ തിളയൊന്നും പോലെ നല്ലോണം തിളയ്ക്കണം, എന്നാലേ നമ്മുടെ ലഡു ഇതിനകത്ത് എടുത്ത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഇടണം. ഇത് മനസ്സിലാകാൻ വിചാരിക്കുന്നു എത്രത്തോളം തിളയ്ക്കണമെന്ന്. തിളക്കട്ടെ. എല്ലാ കാര്യത്തിലും ഇപ്പോൾ കിടക്കുന്ന കറങ്ങുന്നിട്ട് നമ്മൾ ഇടുന്നെല്ലാം കറങ്ങും. അതാണ് നമ്മൾ കറങ്ങിട്ട് അത് കോഴി കളയുക. നിങ്ങൾ ആ തവി എടുത്ത് മുമ്പ് കാണിച്ച അത്തരം തവി എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനിടുന്ന കോരി കളയുക, അല്ലെങ്കിൽ അതിനകത്ത് ഒന്ന് കഴിഞ്ഞ് ബാക്കിയെല്ലാം കളയാം. എന്നിട്ട് നിങ്ങൾ ബാക്കി നല്ല നിങ്ങൾ തേങ്ങ മുമ്പ് പറഞ്ഞിട്ട് തിളക്കണം നന്നായിട്ട് എണ്ണ. മാവൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇനി മാവ് എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ്. എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് തവി ഉണ്ടോ നിങ്ങൾ മുമ്പ് കാണിച്ച അരിയൊക്കെ എടുക്കുന്നത്, അതിനകത്തിലോട്ട് നമ്മുടെ മാവ് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചെടുക്കും. നമ്മുടെ തവി അതിനകത്ത് ഒഴിച്ചു പോയി. നമുക്കിപ്പോൾ കാണാം എടുത്തൊഴിക്കുന്നത്. ഇത് ആ തവി വെച്ച് വേണം നിങ്ങൾ ഒഴിക്കാൻ. പക്ഷേ വേറെ മറ്റേ കുടുവൻ തവി എടുത്തിട്ട് മറ്റേതിൻ്റെ കണ്ടത്തോട്ട് പിടിച്ചിട്ട് വേണം ഒഴിച്ച്. ഇപ്പോൾ വീഡിയോ കാണിക്കും. നമ്മുടെ എണ്ണ നല്ലോണം തിളക്കി വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുന്നോട്ട് നിങ്ങൾ എടുത്ത് ഒഴിക്കാൻ ശ്രമിക്കുക. അതിനകത്തോട്ട് വീണ് പോയതാണ്. അതാണ് നിങ്ങൾ കാണിക്കാൻ തവിക്കകത്ത് എടുത്തിട്ട് നമ്മുടെ തീ മിക്സായതാണ്. ആ തവിക്കകത്തോട്ട് പിടിച്ചിട്ട് തവി നമ്മൾ അടുപ്പിലോട്ട് പിടിച്ചിട്ട് എന്നുവെച്ചാൽ എണ്ണക്കകത്തോട്ട് പിടിച്ചിട്ട് ചോറിട്ട് പിടിച്ചിട്ട് അതിനകത്തിലോട്ട് ഇത് ഒഴിക്കുക. അന്നേരം നല്ല ഈ മുത്ത് പോലെ ആവും. അപ്പോൾ നമ്മൾ എണ്ണ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇടുക. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിന് മുമ്പ് അത് ഫുൾ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, നല്ലതായിട്ട് ഇളക്കുക. നമ്മുടെ ഗോപ്രോയുടെ ചാർജ് കയറുന്നത് ഇടുമെന്നാണ് ഇത്. ഇപ്പോൾ എത്രത്തോളം ഇടുമെന്ന് അറിയത്തില്ല. അതെടുക്കുക. ആ സമയം നമ്മൾ പഞ്ചാര പാവ് കാച്ചാൻ വെച്ച് നമ്മൾ മുമ്പേ റേഷ്യോ പറഞ്ഞല്ലോ, പഞ്ചാരയുടെ ഒക്കെ പാവ് കാച്ചുന്ന റേഷ്യോ അത് വെച്ച് എടുത്തിട്ടുണ്ട്. അതിനകത്തിൽ എടുത്ത് അത്രയും പഞ്ചാര വേണം നമുക്ക് വേണം. ഇത് നമ്മൾ മുമ്പ് ഇത് കണ്ടോ, ഇതിന് മിക്സിക്കകത്തിട്ട് എല്ലാം പൊടിപ്പിടാന്നില്ല. നല്ലോണം പൊടിക്കണം. വീഡിയോ കാണുന്നോട്ട് നല്ലോണം പൊടിക്കണം. നല്ല ഈ ഇത് കണ്ടോ, ഇതിങ്ങനെ ആവും നമ്മുടെ സാധനം. അത് നമ്മൾ മിക്സി എടുത്തിട്ട് 2 അടി നിങ്ങൾ പറയുന്നതെന്ന് വെച്ച് പൊടിയാക്കില് മിക്സിക്കകത്തിട്ട് 2 അടി ഒന്നടിക്കും. ഞങ്ങൾ ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് അടിച്ചു, അതുകൊണ്ട് നമ്മുടെ ഇത് ഇച്ചിരി കട്ടിയായിട്ട് 2 അടി അടിച്ച് നമുക്ക് എടുത്ത് മാറ്റുക. എന്നാലേ സാധനം അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ കടലമാവ് ഇത്ര എടുക്കുമ്പോൾ എത്ര പഞ്ചാര ഇത് വെള്ളവും വേണമെന്ന്. അതിനകത്തിലോട്ട് ഇനി 1 ഗ്ലാസ് 2.25 പഞ്ചാരക്കകത്ത് നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നിങ്ങൾ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ഇത് വേണ്ടതെന്ന്. അന്നേരം അതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചാര എടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 2.25 ഗ്ലാസ് 2.25 ഗ്ലാസ് പഞ്ചാരയ്ക്ക് അത്രയും വെള്ളം എടുക്കണം, 1 ഗ്ലാസ് വെള്ളം. അത് കഴിഞ്ഞ് നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കുക. ചീനിച്ചട്ടിയിലോട്ട് എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക.
അതിനകത്തോട്ട് ഇച്ചിരി ഏലക്കാപ്പൊടി ഇടുക. എന്നിട്ട് തിളച്ച് വന്നിട്ട് നമ്മൾ മുമ്പേ എടുത്ത മറ്റേ പൊടി നമ്മൾ അരച്ച് വെച്ചത് എടുത്ത് അതിനകത്തോട്ടിട്ട് നല്ലോണം ഇളക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ലഡ്ഡു ഉരുള കൂട്ടുക. അതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കട്ടിയാണെങ്കിൽ ലേശം ഇതെടുത്തിട്ട് ലേശം പാവ് ചെയ്തും കൂടെ ഇതിൻ്റെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താലേ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബൈ ബൈ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ചെയ്യുന്ന കണ്ടില്ലല്ലോ നിങ്ങൾ. ഇതാട്ടോ കേട്ടോ പൊളിയാണ് പറയുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ ബൈ. വി ആർ ഗോയിങ്.